ബിയാളൂർ, ഞാൻ താങ്കൾക്ക് ആ ദൃശ്യം അയച്ചു തന്നതാണ്. ആ ദൃശ്യങ്ങളിലെ ക്രൂരത താങ്കൾക്ക് വ്യക്തമായതാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ ഗ്രീഷ്മ കേസിൽ ഗ്രീഷ്മയ്ക്കൊപ്പം നിൽക്കാനൊക്കെ മനസ്സുമ്പുന്ന താങ്കൾക്ക് ഈ കുറ്റവാളി കൂട്ടത്തിനൊപ്പം നിൽക്കാൻ തോന്നുന്നില്ലല്ലോ അല്ലേ, ആ ദൃശ്യങ്ങൾ കണ്ട അടിസ്ഥാനത്തിൽ? ഞാൻ ആസ്മി, അങ്ങ് വിളിച്ചപ്പോൾ രണ്ട് കാര്യമാണ് പറയാൻ ആഗ്രഹിച്ചത്. താങ്കളടക്കം ഞാനടക്കം കോളേജിൽ പഠിച്ച് ഈ കോളേജിലെ റാഗിങ്ങിനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒരുപക്ഷെ എനിക്കറിയില്ല ആസ്മിക്ക് എതിരെ റാഗിങ് ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഞാൻ ലോ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്നെ റാഗ് ചെയ്യാനും എൻ്റെ സീനിയേഴ്സ് വന്നിരുന്നു. പക്ഷേ അതൊരു പോസിറ്റീവ് റാഗിങ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ രണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. ഞാനത് അവരോടൊക്കെ വളരെ ബഹുമാനത്തോടെ പറയുകയാണ്. നമ്മൾ കലാലയത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു റാഗിങ് നടത്തി അവിടെ കലാലയത്തിലെ രാഷ്ട്രീയം മുൻപിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനമല്ല. പോസിറ്റീവ്, ഞാൻ രണ്ട് കാര്യത്തിലും ഒരുപോലെ നെഗറ്റീവ് റാഗിങ്ങും പോസിറ്റീവ് റാഗിങ്ങും ഉണ്ട്. പോസിറ്റീവ് റാഗിങ് ഒരു മനുഷ്യനെ അവൻ്റെ ലൈഫിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനാണ്. നെഗറ്റീവ് റാഗിങ് എന്ന് പറയുന്നത് ആ വ്യക്തിയെ നശിപ്പിച്ച് ആ വ്യക്തിയെ, ഇപ്പോൾ ദൃശ്യങ്ങൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നി. കാരണം ഇത്രമാത്രം ക്രൂരത ഒരു പക്ഷേ ഈ റാഗിങ്ങിൽ ഉണ്ട് എങ്കിൽ ഏത് കോളേജ് എടുത്തോളൂ, നിയമപരമായ കോളേജാണെങ്കിലും മെഡിക്കൽ കോളേജാണെങ്കിലും സാധാ സ്കൂളാണെങ്കിലും കോളേജാണെങ്കിലും എല്ലായിടത്തും റാഗിങ് നടക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ആസ്മി നേരത്തെ പറഞ്ഞതുപോലെ ആൻറ്റി റാഗിങ് ഒരു സംവിധാനം ഇവിടെ സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ ഉണ്ട്. ഈ സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ ഉണ്ടാകേണ്ട ഈ സംവിധാനം, ആ സംവിധാനത്തിൽ ആരൊക്കെയാണ് ഉണ്ടാകേണ്ടത് അതാണ് സംസ്ഥാന സർക്കാർ തീരുമാനിക്കേണ്ടത്. അക്കോർഡിംഗ് ടു മീ, ഒരു പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു ഗവൺമെൻറ് സെർവൻറ്റും ഈ പറയുന്ന അധ്യാപനം നടത്തുന്ന ഒരു ടീച്ചറും അവരുടെ ഒരു സ്റ്റുഡൻറ്റും അതുപോലെ തന്നെ രക്ഷിതാക്കളും അടങ്ങുന്ന 5 അംഗ സംഘമാണ്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഈ കുട്ടിയുടെ പേര് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നാളെ ഭാവിയിൽ ഏറ്റവും നല്ല പൗരനാകേണ്ട ഒരു പക്ഷേ ഉയരങ്ങളിലേക്ക് ഉയരേണ്ട ഒരു വ്യക്തിയെയാണ് ഇന്ന് ഈ തരത്തിലുള്ള ക്രൂരമായ ആക്രമണത്തിലൂടെ അവർ കീഴടക്കുകയും ആ കീഴടക്കിയ വ്യക്തികളുടെ സ്വഭാവ ശുദ്ധി, അതാണ് രാഷ്ട്രീയക്കാരായ നിങ്ങൾ ഓരോരുത്തരും താങ്കളുടെ മനസ്സ് പോലും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ പ്രതികൾക്കൊപ്പം തനിപോലും നിൽക്കാൻ തോന്നുന്നില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഇത്ര ക്രൂരമായ ഒരു കൃത്യം ഒരു വ്യക്തി ചെയ്തിട്ട് ആ ക്രൂരകൃത്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന പൊതുസമൂഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആൻറ്റി റാഗിങ് സിദ്ധാന്തമനുസരിച്ച് എല്ലാ കോളേജുകളിലും ഇത്തരത്തിലുള്ള റാഗിങ് സമ്പ്രദായത്തെ നിർത്തലാക്കണം. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും കടുത്ത ശിക്ഷ കൊടുക്കണം. ഇനി ആന്റി റാഗിങ് സംവിധാനം നിർത്തലാക്കുന്നതോട് പൂർണ്ണമായി യോജിക്കാത്തത് എന്തുകൊണ്ടാണ് എങ്കിൽ അതിൽ പോസിറ്റീവ് റാഗിങ് ഉണ്ട്. അത് ഒരു മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരാനാണ്. ആ ഉയർത്തിക്കൊണ്ടുവരുന്ന റാഗിങ് നിലനിൽക്കുന്നു എങ്കിൽ പോലും ഇത്തരത്തിലുള്ള റാഗിങ് സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് റാഗിങ് താങ്കൾ പറയുന്ന വാക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളൊരു അപകർഷതാബോധം ഉണ്ടെങ്കിൽ അപകർഷതയൊക്കെ മാറ്റിയെടുക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ഇടപെടലുണ്ട്. ആ ഇടപെടൽ പക്ഷേ പോസിറ്റീവ് റാഗിങ് എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് അറിയില്ല. ആ വാക്ക് ഉപയോഗിക്കുന്ന എത്ര പേർക്ക് അത് മനസ്സിലാകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. കാര്യം നമുക്കത് അറിയാം, എന്താണെന്ന് അറിയാമെന്നുള്ളത്. പക്ഷെ അത് അതേ തരത്തിൽ ആൾക്കാർ എടുക്കുന്നു എനിക്കറിയില്ല. ശരി, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഉള്ളിൽ വല്ലാത്ത എന്തെങ്കിലും അപകർഷത മാറ്റി അവനെ കൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ ധൈര്യത്തോടെ നിർത്താൻ കെൽപ്പുള്ള നല്ല ചേട്ടന്മാരും ചേച്ചിമാരൊക്കെയുള്ള ക്യാമ്പസിൽ ആണ് ഞാനും പഠിച്ചു. പോട്ടെ, വിട്ടേക്കൂ.